മസാലകൾ ചേർത്തുണ്ടാക്കുന്ന എരിവുള്ള സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ ആണ് കേരള ചിക്കൻ ഫ്രൈ. ഇത് ലഘുഭക്ഷണമായോ ചോറിനൊപ്പമോ പൊറോട്ട, റൊട്ടി, നാൻ, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പമോ കഴിക്കാം. കേരള ഫ്രൈഡ് ചിക്കൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണ്. ഇത് വളരെ ഈസിയായും ഫാസ്റ്റായും കുക്ക് ചെയ്യാം. കേരള ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത് 1/2 കിലോഗ്രാം, വെളിച്ചെണ്ണ 200 മില്ലി, വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, 1/2 നാരങ്ങയുടെ നീര്, ടൊമാറ്റോ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഗാർണിഷിങ്ങിന് സവോള ചെറുതായി അരിഞ്ഞത് 2, ക്യാരറ്റ് അരിഞ്ഞത് 1, കറിവേപ്പില 3 തണ്ട്, ഉണക്കമുളക് 5, പകുതി നാരങ്ങ എന്നിവ ആവശ്യമാണ്. ഒരു മിനി ബ്ലെൻഡറിലോ പ്രോസസ്സറിലോ വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കോൺഫ്ലവർ, ഉപ്പ് എന്നിവയും ഏകദേശം 50 മില്ലി ലിറ്റർ വെള്ളവും ചേർത്ത് നല്ല മിനുസമാർന്ന പേസ്റ്റ് ആക്കുക. ഇനി ചിക്കൻ കഷ്ണങ്ങളിലേക്ക് മാരിനേഡ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മാർഗം സ്പൂൺ ഉപയോഗിക്കാതെ വിരലുകൾ കൊണ്ട് ചിക്കൻ പീസുകളിലേക്ക് മാരിനേഡ് നന്നായി മിക്സ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നാരങ്ങാ നീരും തക്കാളി പേസ്റ്റും ചേർത്ത് നന്നായി ഇളക്കുക. മാരിനേഡിലെ അസിഡിറ്റി ഘടകമാണ് നാരങ്ങാ നീര്. ഇത് മാംസത്തെ മൃദുവാക്കാനും മസാല നന്നായി മാംസത്തിൽ ചേരുവാനും സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ചിക്കൻ പീസുകളിൽ നന്നായി മസാല കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ നന്നായി മൂടി 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. 8 മണിക്കൂർ വെക്കുന്നതാണ് ഉത്തമം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഫ്രിഡ്ജിൽ നിന്നെടുത്ത മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് റൂം ടെമ്പറേച്ചറിലേക്ക് തിരികെ കൊണ്ടുവരണം. ഒരു പാനിലോ ചീനിച്ചട്ടിയിലോ വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യുക. ചട്ടിയിൽ ചിക്കൻ പീസസ് അധികമാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഫ്രൈ ചെയ്യുക. ഇതിന് ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുക്കും. ഫ്രൈ ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ എണ്ണയിൽ നിന്ന് ഊറ്റി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുക. എല്ലാ ചിക്കൻ കഷ്ണങ്ങളും വറുത്തു കഴിഞ്ഞു. ഇനി ഗാർണിഷിങ്ങിനായി ഇതേ എണ്ണയിലേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഫ്രൈ ചെയ്യുക. വറുത്ത മുളക്, കറിവേപ്പില, ചെറുതായി അരിഞ്ഞ ഉള്ളിയും ക്യാരറ്റും ഒരു നാരങ്ങ കഷ്ണവും ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ഗാർണിഷ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. Thank you for watching. My name is Sebastian and you're watching 360 TV.